ഹായ്. അപ്പോഴേ നമുക്ക് വേറൊരു കാര്യം പറയാം. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സംഭവിച്ച സ്കൂളിലെ ഒരു കാര്യം. അപ്പോഴതെന്താ നിങ്ങൾക്ക് അറിയണ്ടേ? കൊള്ളാം. പണ്ട് കാലങ്ങളിലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടായിരുന്നു. എന്തെന്നാൽ ഒരു 80, 85, 90കളിലൊക്കെ 90, 95 ഉള്ള പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അത് മിക്കവാറും എല്ലാ സ്കൂളുകളിലും അത് കാണുമായിരുന്നേ. ഒന്നാമത് നെല്ലി. പക്ഷേ നെല്ലി കൂടാതെ വേറെ സംഭവം ഉണ്ടായിരുന്നേ. എന്താണെന്നറിയാമോ? തല്ലിത്തേങ്ങ നല്ല പഴുത്ത നല്ല ചുമന്ന തല്ലിത്തേങ്ങയും പച്ച തല്ലിത്തേങ്ങയും ഉണ്ടായിരുന്നേ, മഞ്ഞ തല്ലിത്തേങ്ങയും ഉണ്ടായിരുന്നേ. അപ്പോഴാണെങ്കിലേ ഞങ്ങളുടെ സ്കൂളിൻ്റെ ബാക്കിൽ ഒരു വലിയ ഒരു അണ്ടി ആപ്പീസ് ഉണ്ടായിരുന്നേ. അപ്പോൾ ആ അണ്ടി ആപ്പീസിലാണെങ്കിൽ ഫ്രണ്ടിലാണെങ്കിൽ അണ്ടി ആപ്പീസിനകത്ത് വലിയ ഗേറ്റൊക്കെ ഇട്ടുള്ള അണ്ടി ആപ്പീസാണ്. അതിൻ്റെ അകത്താണെങ്കിൽ ഫ്രണ്ടിൽ മുട്ടനൊരു തല്ലിത്തേങ്ങ മരം ഉണ്ടായിരുന്നേ. നിറച്ച് തല്ലിത്തേങ്ങ പിടിക്കുമായിരുന്നു. അപ്പോഴേ എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമില്ലേ. ഒരു ദിവസമാണെങ്കിലേ ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടപ്പോൾ ഉച്ചയ്ക്ക് ചോറുള്ള സ്കൂൾ വിട്ട്. അപ്പോഴേ ഞാനെന്താ പറയുമോ, കൊണ്ടുപോയ ചോറ് ഓടിച്ചെന്ന് വാരി അങ്ങ് തിന്നട്ടെ എൻ്റെ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് തല്ലിത്തേങ്ങ ഇറക്കാൻ പോയി കേട്ടോ. ഇത് ഉച്ചയ്ക്ക് ബെല്ലടിക്കുന്നതിന് മുമ്പ് ക്ലാസ്സിൽ കയറണം. ആ സമയം 15 മിനിറ്റേ ഉള്ളൂ. ഓടിച്ചെന്ന് തല്ലിത്തേങ്ങ ഇറക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, ഡി കയറല്ലേടി. അവർ ഭയങ്കരമാടി അവിടുത്തെ വാച്ചർ പൂട്ടിയൊക്കെ ഇടുമെന്ന്. ഞാൻ കേട്ടൊന്നുമില്ല. എനിക്കാണെങ്കിൽ തല്ലിത്തേങ്ങ പറഞ്ഞാൽ ആക്രാന്തം പിടിച്ചു. തല്ലിത്തേങ്ങ മാത്രമല്ല, എന്തുകൊണ്ടാലും ആക്രാന്തമായിരുന്നു. അങ്ങനെ ഓടിച്ചെന്ന് ഞാനെന്ന് പറയുമ്പോൾ അതിനകത്തങ്ങ് കയറി മക്കളെ. ആ തല്ലിത്തേങ്ങ പറക്കുന്നത് അണ്ടി ആഫീസിനകത്തങ്ങ് കയറി. അപ്പോൾ അതിലേക്ക് കൂടെ കയറിയത്. അതൊന്നും വാച്ചറൊന്നുമില്ല. പെട്ടെന്ന് പറക്കിയിട്ട് ഇറങ്ങാമെന്നും പറഞ്ഞ് കയറിയതാണ്. വാച്ചറാണെങ്കിൽ അവിടെ ഇത് കണ്ട് ഓടി വന്ന് വാച്ചർ ഗേറ്റങ്ങ് അടച്ച്. എൻ്റെ ദൈവമേ, ഞാനാണെങ്കിൽ ഗേറ്റിനകത്ത് പോയി, എൻ്റെ കൂട്ടുകാർ ഗേറ്റിന് പുറത്ത് പോയി. അവളാണെങ്കിൽ ഗേറ്റിന് വെളിയിൽ കിടന്ന് അയ്യോ അവളെ പൂട്ടിയിട്ടേ, അവളെ തുറന്നു വിടേ എന്ന് പറഞ്ഞ് അവൾ വെളിയിൽ കിടന്ന് കരയുന്നു. ഞാനാണെങ്കിൽ അതിനകത്ത് കിടന്ന് അയ്യോ എൻ്റെ വെല്ലിപ്പടിക്ക് പോയി, ക്ലാസ്സിൽ പോണവേ, ടീച്ചറിൻ്റെ വഴക്ക് പറയുവേ, എനിക്ക് പേടിയാവുന്നേ, എന്നെ തുറന്നു വിടേ, അണ്ണ അച്ഛ മാമ എന്നൊക്കെ കിടന്ന് ഭയങ്കര നിലവിളി. അപ്പോൾ അയാൾ പറഞ്ഞ് മേലെ അവിടെ എൻ്റെ തല്ലിത്തേങ്ങ പറക്കാൻ വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് അയാൾ അവിടെ തുറക്കാതിട്ടിരുന്നു. ആ 5 മിനിറ്റ് കൊണ്ട് ഞാൻ സ്വർഗ്ഗലോകം കണ്ടു. പേടിച്ചു വിറച്ചു. എൻ്റെ ദൈവമേ, ഞാൻ വെളിയിൽ ഇറങ്ങി വന്നപ്പോഴല്ലേ കൊണ്ടുപോയ കൂട്ടുകാർ ഞാൻ വിചാരിച്ച് വെളിയിൽ കാത്തിരിക്കുകയാണ്. കൊള്ളാം. ഞാൻ വെളിയിൽ വന്നപ്പോൾ ഫസ്റ്റ് ബെല്ലടിച്ച് സെക്കൻഡ് ബെല്ലടിച്ചത് കൊള്ളാം അയാൾ തുറന്നു വിട്ടത്. ആ ബെല്ലടി കണ്ട് ഞാൻ വെളിയിൽ വന്നപ്പോൾ കൊണ്ടുപോയ കൂട്ടുകാരി എന്താ പറയുക, അവൾ ക്ലാസ്സിൽ പോയിരിക്കുന്നു. ഞാനാണെങ്കിൽ അവിടെ ഞാൻ തുറന്നു ആരുമില്ല, കൂട്ടുകാർ കൂടെ പോയത്. ഞാനാണെങ്കിൽ പെട്ടെന്ന് അയാൾ തുറന്നു വിട്ടപ്പോൾ വെപ്രാളം പിടിച്ച് ഓടി വന്ന് ക്ലാസ്സിനകത്ത് കയറി എഴുതിയിരുന്നു. അങ്ങനെ എൻ്റെ പൊന്നുമോളെ, മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിപ്പോയത്. അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി, കൂട്ടുകാരും ചതിക്കും. അതൊരു വലിയ സംഭവമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം വല്ലതും ഉണ്ടെങ്കിലേ ഈ കമൻ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, ബൈ.